പരിഹാസവും വിമർശനവും കലർന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വന്നത്. അതിരൂക്ഷ വിമർശനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതായത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് നിലവിലെ ബാങ്കിംഗ് നിയമങ്ങൾ അനുസരിച്ച്, അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമങ്ങൾ അനുസരിച്ച് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരത്തിലൊരു പ്രൊഫഷൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധിക്കുക എന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയോട് ചോദിച്ചത്. കോടതി വളരെ വ്യക്തമായി പറഞ്ഞു. ഫെൻറ്റാസ്റ്റിക് എന്ന വാക്കാണ് കോടതി പരിഹാസ രൂപേണ ഉപയോഗിച്ചത്. ഫെൻറ്റാസ്റ്റിക്, അതായത് റിസർവ് ബാങ്കിന് മുകളിൽ കേന്ദ്ര സർക്കാരിന് അധികാര പരിധി ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊരു ധാരണയുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുന്നു. അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന അഫിഡവിറ്റ്, സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾക്കൊക്കെ പണം നൽകാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പണം നൽകാനാകില്ല എന്ന് വളരെ തന്റേടത്തോടുകൂടി ആർജവത്തോടുകൂടി പറയാൻ നിങ്ങൾക്കാകണം. അതല്ലാതെ അധികാര പരിധി, പവർലെസ് ആണ് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് കേന്ദ്ര സർക്കാരിനോട് കോടതി വ്യക്തമാക്കുന്നത്, കേന്ദ്ര സർക്കാർ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ലിസ്റ്റുകൾ കോടതിക്ക് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ഈ ഹർജിയുടെ ഭാഗമാക്കും. അവർക്ക് കോടതി നോട്ടീസ് അയക്കും. അവർ ഈ ഘട്ടത്തിൽ എന്ത് മറുപടിയാണ് നൽകുക? അതായത് വായ്പ എഴുതിത്തള്ളാൻ ആകില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ റിക്കവറി നടപടികൾ നിർത്തിവെക്കാൻ കോടതി തന്നെ ഉത്തരവിടുമെന്ന് കോടതി ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു. വളരെ ശക്തമായ ഒരു കരുത്താർജിച്ച ഒരു നിലപാടാണ് കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ചില പ്രത്യേക പരാമർശങ്ങളടക്കം വന്നിട്ടുണ്ട് കോടതിയുടെ ഭാഗത്ത്.